ഞാൻ എല്ലായിടത്തും പറഞ്ഞാണ് ഫിഫയിൽ ബ്രസീൽ വേഴ്സസ് ജപ്പാൻ റൗണ്ട് ഓഫ് 32 ഏറ്റവും വെയിറ്റുള്ള കളിയായിരിക്കും. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ ജർമ്മനി വേഴ്സസ് പെരഗ്വേ ജയിക്കും നമ്മൾ ആരും പ്രതീക്ഷിച്ചുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ചെറിയ ടീമുകളും ഇപ്പോൾ കയറി വരണത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കാരണം പല വലിയ ടീമുകൾക്കും വെല്ലുവിളിയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റൗണ്ട് ഓഫ് 32 ഇനി അടുത്ത കളി എന്ന് പറയുന്നത് ഫ്രാൻസ് വേഴ്സസ് സ്വീഡനും പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യയാണ്. അതെന്തുകൊണ്ട് പറയാൻ കാരണം, ഫ്രാൻസ് ജയിക്കുമെന്ന് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വീഡൻ ഒരു ചെറിയ ടീമല്ല. അവർ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു ടീമാണെങ്കിലും ഇപ്പോൾ ഫ്രാൻസിന് ഒരു ചാലഞ്ച് കൊടുക്കത്തക്ക ടീമായിട്ട് മാത്രമേ അവർ നിലനിൽക്കുന്നുള്ളൂ. ഒരിക്കലും ഫ്രാൻസിനെ ജയിക്കാൻ പറ്റുന്ന ടീമല്ല. പക്ഷേ അതൊരു നല്ല കളിയായിരിക്കും. അത്യാവശ്യം വെയിറ്റുള്ള കളി തന്നെയായിരിക്കും അത്. കാരണം സ്വീഡൻ ചെറിയ ടീമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. ഫ്രാൻസ് എന്തായാലും ജയിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ശക്തമായ പോരാട്ടം നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത് പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യയാണ്. ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യയും ക്രിസ്ത്യാനോ നയിക്കുന്ന പോർച്ചുഗലും. അതിൽ ശരിക്കും പറഞ്ഞാൽ പ്രതിഭാശാലികളായ രണ്ട് ടീമുകളാണ്, രണ്ട് തുല്യ ശക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. അതിലാര് ജയിക്കുമെന്നുള്ളത് ഒരു തീവാർന്ന പോരാട്ടമായിരിക്കും. അതുകൊണ്ട് ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞൊരു ഫിഫയാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, 2026 ഫിഫ. അതുകൊണ്ടറിയാം, നമുക്ക് കണ്ട് തന്നെ അറിയാം ആര് ജയിക്കുമെന്ന്. പല കുഞ്ഞു ടീമുകൾ റൗണ്ട് ഓഫ് 16 വരുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ബാക്കിയും കൂടെ കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാം.